കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. ഇപ്പൊ മോനെ ദിനേശ The young superstar ഉണ്ണി മുകുന്ദൻ. 1 2 3 2 മിനിറ്റ് നിർത്താതെ തള്ളുക. ദേഷ്യം എന്ന് പറയുന്ന ഒരു സാധനം ഈ മനുഷ്യരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വീട്ടിലുള്ള 3 മൃഗങ്ങളെ മിമിക്രി ചെയ്യുക. മൂന്നാമത്തേതാ ഞാനാ. രണ്ടാമത്താള് അവൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ടൈം എന്റെ നെഞ്ചത്താ. അപ്പൊ ഒരാൾ ഇവിടെ കിടന്നേരുവാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ നെഞ്ചത്തിരുന്ന് കാണിച്ചു കൂടെ കിടക്കുന്ന ഡോഗ്സിന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. രാത്രിയായി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ കടിയും പിടിയൊക്കെ ഉണ്ടാവും. ഞാൻ അവളെ കടിക്കുമ്പോ അവളെ എന്നെ കടിക്കുമ്പോ ഇങ്ങനെയുള്ള ചില ചെറിയ കലാപരിപാടികളുണ്ട്. പിന്നെ അമ്മയുടെ മോളായ കൂടെ അഭിനയിച്ച സുന്ദരിയായ ഒരു ഹീറോയിനോട് 5 രൂപ ഗൂഗിൾ പേ ചെയ്യാമോ എന്ന് വിളിച്ചു ചോദിക്കുക. എന്നോട് 5000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞ ആളാ. 5 രൂപ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? ഇവിടെ മാത്രമേ ഉള്ളൂ ടാറ്റൂ ഉണ്ണിയുടെ. ജയ് ഗണേഷിലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ആൻഡ് മഹിമ നമ്പ്യാറാണ് ഇവിടെ ഒരു ഗെയിം ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, ദേ കുറച്ച് സ്മൈലി ബോൾസ് ഉണ്ട് മഹിമയുടെ കയ്യിൽ. ഇത് ത്രോ ചെയ്യാണ്. ഉണ്ണിയുടെ കയ്യിൽ ബാസ്ക്കറ്റ് ഉണ്ട്. ഉണ്ണി ഇത് പിടിക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ടാസ്ക് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ടാസ്ക് മഹിമ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഉണ്ണി മാക്സിമം പിടിച്ചാലേ മഹിമയെ കൊണ്ട് ഞങ്ങൾക്ക് ആ ടാസ്ക് ചെയ്യിക്കാൻ പറ്റും. മഹിമനെ ഞങ്ങൾ കെട്ടിക്കും. എനിക്കും വരും അവസരം. ഓക്കെ, റെഡി? അപ്പോൾ മഹിമ റെഡിയാണോ? മൈക്ക് ഞാൻ എടുത്തേക്കാം. ആൻഡ് യുവർ ഫസ്റ്റ് ബോൾ. 1 2 3. ടാസ്ക് വായിക്കണം ഉണ്ണി. ഉണ്ണി എന്നെ ഒന്ന് വായിച്ചാൽ. 2 മിനിറ്റ് നിർത്താതെ തള്ളുക. തള്ളുക എന്തിനെ പറ്റി തള്ളുക? ഉണ്ണീനെ പറ്റി തന്നെ തള്ളാം. അയ്യോ അതല്ല കേട്ടോ. ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു ക്ഷമയാണെന്നറിയോ. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ എന്ത് പ്രശ്നമായാലും ഒരു കുഴപ്പമില്ല. കൂടുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുക്കും. എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ച് മേടിച്ചു കൊടുക്കും. എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമേ ഉണ്ണി ഭക്ഷണം കഴിക്കാറുള്ളൂ. അതും അവരുടെ ചോയ്സിനനുസരിച്ച് മാത്രം. ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദിവസവും ഒരു 2 തവണയെങ്കിലും വീട്ടിൽ പോകും. അതായത് ഒറ്റപ്പാലത്തല്ലേ? ഒറ്റപ്പാലത്തുള്ള വീട്ടിലൊരു ദിവസം 2 തവണയെങ്കിലും ഉണ്ണി ഇവിടുന്ന് പോവാറുണ്ട്. മൃഗങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വീട്ടുജോലികളൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇനി തള്ളു. ദേഷ്യം എന്ന് പറയുന്ന ഒരു സാധനം ഈ മനുഷ്യരിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദേഷ്യം ചിലപ്പോൾ ആണ്ടിനും സംക്രാന്തിക്കും മാത്രമേ വരാറുള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് ഈ സ്വഭാവം ഉണ്ടാകും. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത സെക്കൻഡ് ചിലപ്പോൾ ചൂടാവും. എന്തിനാ ചൂടാവുന്നതെന്ന് കൂടെ ഇരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉണ്ണി അങ്ങനെ അല്ല. എപ്പോഴും ഒരേ സ്വഭാവമാണ്. എപ്പോഴും ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാ, ഇത് തള്ളലാണോ ആക്കലാണോ എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ്. ഇനി യു ഹാവ് ടു ത്രോ ദ രണ്ടാമത്തെ. ഉണ്ണി മാക്സിമം പിടിച്ചേക്കണം. 1 2 3 ഗോ. രണ്ടാമത്തെ എന്താണ് നമുക്കൊന്ന് നോക്കാം. വീട്ടിലുള്ള 3 മൃഗങ്ങളെ മിമിക്രി ചെയ്യുക. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? പട്ടി, പൂച്ച, എനിത്തിങ്. വീട്ടിലുള്ള പട്ടിയും പൂച്ചയായിട്ട് മൂന്നാമത്തേതാ ഞാനാ. 2 ഉള്ളൂ. അത് മതി, 2ന്റെ ആയാലും മതി. ഒരു പൂച്ച കരയുന്ന പോലെ ഒരു പട്ടി കരയുന്നു. വീട്ടിലെ പട്ടി മിയാവെന്ന് പറയാ. ഇനി പട്ടി ഏതാ? റോട്ട് വീലർ അല്ലേ? റോട്ട് വീലർ തന്നെ വേണം. പോമറേനിയൻ പറ്റില്ല ഞങ്ങൾക്ക്. റോട്ട് വീലർ അവളധികം അങ്ങനെ പുറമേന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ അവള് കുരയ്ക്കാറുള്ളൂ. ഓക്കെ, അവള് ഫുൾ ടൈം അവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവളെങ്ങനെയാണ് നിന്നിട്ട് ചെയ്ത് കാണിക്കും. ഞാൻ ചെയ്യും. എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ ചെയ്ത് കാണിച്ചു. എന്റെ ഉണ്ണി. പിന്നെ രണ്ടാമത്താള് അവൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ടൈം എന്റെ നെഞ്ചത്താ. ഇനിയിപ്പോ ഒരാൾ ഇവിടെ കിടന്നേരുവാണെങ്കിൽ വേണമെങ്കിൽ നെഞ്ചത്തിരുന്ന് കാണിച്ചു. ഒന്ന് കുറയ്ക്കുന്നോ? പോമറേനിയൻ കുറയ്ക്കുന്ന പോലെ. അവള് പോമറേനിയൻ റോട്ട് വീലർ. എന്റെ കൊര ഞാൻ കുരയ്ക്കാം. എന്റെ കൊരയല്ല, ഞാൻ ചില സമയത്ത് ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് കേട്ടിട്ട് ഉണ്ണി ഞെട്ടിയിട്ടുണ്ട്.
എനിക്ക് ചില സമയത്ത് ഒരു രാത്രി ഇപ്പൊ ഞാൻ കൂടെ കിടക്കുന്ന ഡോഗ്സിന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. അപ്പം രാത്രിയായി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ കടിയും പിടിയും ഒക്കെ ഉണ്ടാവും. ഞാൻ അവളെ കടിക്കും, ഞാൻ അവളെ കടിക്കും, അവളെ എന്നെ കടിക്കും. ഇങ്ങനെയുള്ള ചില ചെറിയ കലാപരിപാടികളുണ്ട്. അപ്പൊ ഇതെനിക്ക് ശീലമായി. അപ്പൊ ഞാൻ ഈ റൂമിൽ കയറിയ ഉടനെ അമ്മയുടെ മോളാരാ ഇങ്ങനെ കാണിക്കും അവളെ നോക്കിയിട്ട്. അപ്പൊ ഇതെനിക്ക് അറിയാതെ ഈ സൗണ്ടില് ഇപ്പൊ ഇങ്ങനെ ഞാൻ മഹിമ വിപിൻ പിന്നെ ആരായിരുന്നു? ഫാദർ അച്ഛനായിരുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോയ പ്രൊമോഷൻസ് കഴിഞ്ഞിട്ട് എറണാകുളത്തോട്ട് വരുക. അപ്പൊ ഭയങ്കര സൈലൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് സൗണ്ട് വന്നേ. അപ്പൊ ഞാൻ മഹിമയോട് പറയാം, മഹിമ ഒരിക്കലും ജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സൗണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വിപിൻ നല്ല ഉറക്കത്തില്ല. അപ്പൊ ഞാൻ മഹിമ നോക്കിക്കോ, ഈ നല്ല കൂർക്കം വലിയ കേട്ടോ വിപിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. പിന്നെ സൗണ്ട് വന്നു. അപ്പൊ ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ ഇവളാണെങ്കിൽ ജപം നടത്താണ്ടിരിക്കുന്നുണ്ട്, ബാക്കിലൊരാള്. എനിക്കൊരു സംശയം, കുറച്ച് കഴിഞ്ഞ് കർ സൗണ്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോഴേ ഈ സൗണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വെറുതെ പേടിച്ച്. അപ്പൊ ഞാൻ വിപിനെ എണിപ്പിച്ച് ഞാൻ വിചാരിച്ചേ ഒരാൾക്ക് ജപവും പിന്നെ ഇങ്ങനെ സൗണ്ട് വന്നപ്പോ ഞാൻ വിപിൻ എനിക്ക് വയ്യാണ്ടായി. വിപിൻ ഫ്രണ്ടി വന്നിട്ട് വണ്ടി ഓടിച്ചു. ഞാൻ പേടിച്ചിരിക്ക. ചില ആൾക്കാർ സൈക്കിക്കായിട്ടേ അല്ല അതെന്തിനാ സൗണ്ട് ഉണ്ടാക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. കുറെ എല്ലാരും ഉറക്കം. ഉണ്ണി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്, എല്ലാരും നന്നായി ഉറങ്ങും, ഞാൻ ജപിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കുറെ നേരം ഒന്നും ചെയ്യാതിരിക്കണ്ടേ. അവിടെ ഇങ്ങനെ ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇത് മുന്തിരിയാണോ വെച്ചായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കഴിച്ചോ. ഇപ്പൊ ഞാനിങ്ങനെ ജപിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിലിടുന്നുണ്ട്. ഇത് അറിയാതെ സംഭവിച്ചു പോയതാ. ഉണ്ണി പറയുമ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഞാൻ നോക്കുമ്പോഴേ നോൺ സ്റ്റോപ്പ് പിന്നെ സൗണ്ട് പേടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വിപിൻ, പിന്നെ ബാക്കി വണ്ടി വിപിനെ ഓടിച്ചേ. ഞാൻ ഇങ്ങനെ തമാശ പറഞ്ഞു, കുഴപ്പമില്ല, ഇതൊക്കെ സംഭവിക്കും, സാധാരണ ആൾക്കാർക്ക് വരുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. വല്ല സൈക്കിക് പല അവസ്ഥകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പല അവസ്ഥ. രണ്ടെണ്ണം കൂടി ഉണ്ട് മൈമയ്ക്ക്, രണ്ടെണ്ണം കൂടി ഉണ്ട്. അറിഞ്ഞോ? ഓയ്യോടാ, അത് ക്യാൻസലായി. അതിന്റെ ഇത് പോയി. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലേ ഇതിനകത്ത്? ചേട്ടാ അത് ഈ പറഞ്ഞ ഫൗൾ ആയതുകൊണ്ട് ആ ടാസ്ക് എന്താണെങ്കിലും നമ്മൾ മഹിമയെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സിന്റെ ക്രൂവിന്റെ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. ഒരു പാട്ടിന് ചുവട് വെക്കാം. Ready, sir. Okay. Mahima! Ready? Unni, ready, sir. Okay. Mahima, come on! Last ആണ്. Last two. ഒന്ന് പിടിക്കുന്നവരെങ്കിലും ഒരെണ്ണമെങ്കിലും മഹിമയ്ക്ക് ചാൻസ് കൊടുക്കണം. റെഡി? ഞാൻ ചെയ്ത 4 ടാസ്കിന് പകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈശ്വര. ലാലേട്ടന്റെ ഫേമസ് ഡയലോഗ് പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുക. അടിപൊളി. ഒരെണ്ണം കൂടി, ഒരു ബൗളും കൂടി. Come on, ഉണ്ണി പിടിച്ചോ. മഹിമയുടെ ഒരു ആഗ്രഹമല്ലേ കുട്ടിയുടെ? എന്താ എനർജി അത് തുറക്കാനായിട്ട്? കൂടെ അഭിനയിച്ച സുന്ദരിയായ ഒരു ഹീറോയിനോട് 5 രൂപ ഗൂഗിൾ പേ ചെയ്യാമോ എന്ന് വിളിച്ചു ചോദിക്കുക. എന്നോട് 5000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞ ആളാ. ആരെങ്കിലും ഒരു ഹീറോയിനെ വിളിച്ചിട്ട് 5 രൂപ ഒന്ന് ഗൂഗിൾ പേ. ആരുണ്ട്? എന്റെ ഫോൺ നായികനെയാണ്. നായകന്മാരൊന്നും വേണ്ട നമുക്ക്. ഈശ്വര, 5 രൂപ ഇടാൻ പോകുന്ന ആ നായിക ആരാണ്? ഉണ്ണി മുകുന്ദന്റെ മനസ്സിലേക്ക് സ്പീക്കറെങ്കിലും വേണ്ടേ? നമ്മളെങ്ങനെ അറിയും? പൈസ അക്കൗണ്ടിലേക്ക്. ആരായിരിക്കും ഉണ്ണി മുകുന്ദന്റെ മനസ്സിലുള്ള ആ നായിക ആരാണ്? ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ആണേ. നമ്മൾ വെറുതെ ഒന്നും ആഗ്രഹിക്കരുത്. ഫ്രണ്ട് ഉള്ളേ. കൂടെ അഭിനയിച്ച നായിക അല്ലേ?
കൂടെ അഭിനയിച്ച നായിക വിളിക്കാൻ സാധ്യതയുള്ള കൂടെ അഭിനയിച്ച നായിക 2 പേരുണ്ട് എനിക്ക്. പറഞ്ഞോ. ലിസ്റ്റില്. ഞാൻ പറയില്ല. ഗൂഗിൾ പേ ഉണ്ടാക്കിയത് ഒരു 5 രൂപ 5 രൂപ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? 5K അല്ല, അത് പേടിക്കല്ലേ, 5 rupees. ഓക്കെ ഡൺ. ഒരു മിനിറ്റ് ഒന്നുകൂടി പറഞ്ഞ പൈസ അയക്കോ? അപ്പുറത്ത് കാണിച്ച ക്യാമറ ഓക്കെ ഡൺ. ആരാത്? അയക്കാന്ന് കേട്ടില്ലേ? അയക്കാന്ന് കേട്ടു, ഒരു പെൺകുട്ടിയാന്ന് മനസ്സിലായി. അന്ന് നമുക്ക് അറിയണ്ട പൈസ വരും. എന്ന് കണ്ടു ഞാൻ അതിനകത്ത്. ആരായിരിക്കും അത്? ഏൽ തുടങ്ങുന്ന ആരാ? അഞ്ജു. അനാമിക. എത്രയോ പേരുണ്ട്. അനാമിക എന്ന് പറഞ്ഞ ആരുടെ കൂടി അഭിനയിച്ചേ? നീ ഗസ് അടിക്കുന്നേ. എനിക്കറിയാം, അനുഷ്ക ഷെട്ടി. മലയാളത്തിലോ? അയ്യേ. മലയാളത്തിലോ? അയച്ചുതരാം. അപ്പോ ബിഹൈൻഡ് വുഡ്സിന്റെ പ്രേക്ഷകർ ഉണ്ണി മുകുന്ദൻ ഇന്ന് വിളിച്ച് 5 രൂപ GPay ചോദിച്ച് ആ മലയാള നടി ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കൃത്യ ഉത്തരം പറയുന്നവർക്ക് അടിപൊളി പരിപാടി. ഞാനൊരു ക്ലൂ തരാം. പേരിന്റെ ആദ്യത്തെ അക്ഷരം A ആണ്. ആദ്യത്തെ അക്ഷരം A ആണ്. ആദ്യത്തെ അക്ഷരം A ആണ്. ഞാൻ പേര് സേവ് ചെയ്ത് വെച്ച് മാറ്റി അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യില്ല? അപ്പൊ അത്രയും നിങ്ങൾ പേര് മാറ്റി സേവ് ചെയ്യാൻ മാത്രം ആരാണ്? അതെനിക്കറിയില്ലല്ലോ ആരാണായിക്കോട്ടെ. എനിക്ക് അപ്പൊ എല്ലാവർക്കും ഏകദേശം ഏന്ന് ഉറപ്പിക്കാണ്ട്. ഓക്കെ, അപ്പൊ ആ നായിക ആരാണെങ്കിലും കമന്റ് ചെയ്താൽ അവർക്ക് ഞങ്ങൾ ഈ 5 രൂപ ഇട്ട് കൊടുക്കും. അല്ല 5 ലക്ഷം ഓഫർ ചെയ്യും. അപ്പൊ ഒരു ഞാനാണ് കൊടുത്തത്. ലാസ്റ്റത്തെ ഒരു നായിക സാന്നിധ്യത്തോടു കൂടി ഞങ്ങളുടെ ഇന്നത്തെ ജയ് ഗണേഷിന്റെ ഈ ഒരു ടീം ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് വിടവാങ്ങാൻ പോവാണ്. നായിക ആരാണെന്നൊന്ന് നോക്കാം ഉണ്ണി. ഒരു നായിക വരാനിരിക്കുകയാണ്. ഹലോ ഉണ്ണി ചേട്ടാ, ഡൂയിങ് ഗ്രേറ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു 10 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. വിക്രമാദിത്യൻ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 10 വർഷമായി. ആൻഡ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് പോസ്റ്റ് വിക്രമാദിത്യൻ ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ണിച്ചേട്ടന് വന്നിട്ടുള്ളത്? ആൻഡ് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. പഴയ വർക്ക്സ് കാണുമ്പോൾ ക്രിഞ്ച് തോന്നാറുണ്ട്. ഐ എം വെരി 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 പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ റിയലി അഡോർ ദ വേ യു ആർ ബ്ലൂമിങ് ആസ് എ ബെറ്റർ ആക്ടർ. കൺഗ്രാറ്റുലേഷൻസ്. നമിതയാണ്. ആക്ച്വലി ഈ പാവം നമിത ഉണ്ടല്ലോ, വിക്രമാദിത്യന്റെ ലൊക്കേഷനിൽ ഐ തിങ്ക് ഷി വാസ് ഇൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സ്കൂൾ കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ശരി നിമിത്ത ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോവും. ദുൽഖർ ഓൾസോ വീട്ടിലേക്ക് ആണല്ലേ നിറച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ നൈസായിട്ട് ഇങ്ങനെ വളവളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചേട്ടാ അപ്പോൾ നിർത്താതെ സംസാരിക്കുമ്പോൾ പിന്നെ ഇവളെ കാണാതെ നമ്മളിങ്ങനെ ഒളിഞ്ഞിരിക്കും. പാവം ഒരു ദിവസം ഞങ്ങൾ 2 പേര് ഇരുന്ന് ബിരിയാണി കഴിക്കായിരുന്നു. ഇവളെ ഇവിടുന്ന് മണം പിടിച്ചിട്ട് എന്നാലും നിങ്ങൾ 2 പേര് എനിക്ക് ബിരിയാണി തരാതെ ഒറ്റയ്ക്ക് കഴിച്ചല്ലോ, എനിക്ക് ഡാർക്ക് അടിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ നമിത നമ്മൾ. സോ ഷി വാസ് വെരി ഫൺ ആൻഡ് വെരി, എന്നാൽ അവളുടെ പ്രായത്തേക്കാൾ എത്രയോ മെച്ചോർഡായ ഒരു ക്യാരക്ടറാണ്. ഷി ഡിഡ് ഇറ്റ് ആൻഡ് ഷി ഡിഡ് റിയലി വെൽ. എനിവേസ് ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഏജ് ഹാസ് റിയലി ഹിറ്റ് മീ ഹാർഡ് ആൻഡ് ഐ ഫീൽ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് എ ഇൻഡിവിജ്വൽ. നടൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും അവസാനത്തെ ഇറങ്ങിയ സിനിമ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയിലാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ജയ ഗണേഷ് എന്ന സിനിമ വിൽ പ്രൂവ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ ആസ് എൻ ഓഡിയൻസ്. ഓൾസോ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആസ് എ എൻ്റർടൈനിങ് ഫിലിം, ആസ് എ ഫിലിം ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ലീവ് എ മാർക്ക് ഇൻ യുവർ പേഴ്സണൽ സ്പേസ്. ആൻഡ് അഗെയിൻ ഫിനിഷിംഗ് നോട്ടിൽ പറയാണ് ബിഹൈൻഡ് വുഡ്സിൻ്റെ എൻറ്റയർ ടീമിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഫാമിലീസ്, കിഡ്സ് ആൻഡ് എവ്രി വൺ ഹു ഹാസ് മേഡ് ഇറ്റ് സോ സ്പെഷ്യൽ ഫോർ മീ ഇൻക്ലൂഡിങ് മഹിമ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ദീസ് ആർ ദ മൂമെൻറ്റ്സ് ദാറ്റ് ഐ വിൽ റിയലി ചെറിഷ്. നമ്മൾ സിനിമകൾ ഒരുപാട് ചെയ്യും, ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഇങ്ങനത്തെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെമ്മറീസ് ദാറ്റ് വിൽ സ്റ്റേ ലോങ്ങർ വിത്ത് മീ. താങ്ക് യു സോ മച്ച്. ഈ സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യു ക്യാൻ ഷെയർ ഇറ്റ് ഇൻ ദിസ് പോർട്ടൽ. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും സിനിമ എടുക്കാൻ എനിക്ക് സാധിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഓൾ ദി പോസിറ്റീവ്സ് ആൻഡ് ദി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ദാറ്റ് വിൽ കം സോ ദാറ്റ് എനിക്ക് നല്ല രീതിയിൽ ഇനിയും ഒരുപാട് സിനിമകളുണ്ട്. ഐ വിൽ ട്രൈ ടു ഇംപ്ലൈ ടു ദാറ്റ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഉണ്ണി എന്ന് പറയുന്നത്. ഒരാളെ കൂടി, ഒരു ആരാധകനെ കൂടി വിളിച്ച് ഞങ്ങളിത് ക്ലോസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കോഴിക്കോട് നിന്നാണ് വന്നേക്കുന്നത്. എന്തിനും തയ്യാറായിട്ടാണ് ആളെത്തിയിരിക്കുന്നത്. ആളെ ഒന്ന് ഞാൻ മുന്നോട്ട് വിളിക്കുന്നു. പ്ലീസ് വരൂ. നമസ്കാരം. ഉണ്ണിയുടെ ഒരു വലിയ ആരാധകനാണ്. പക്ഷെ മഹിമയാണ് ഗസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും ആള് എന്തായിരിക്കും ചെയ്യാന്ന് മഹിമ ഗസ് ചെയ്യണം. ആളിപ്പോ എന്തായിരിക്കും, അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണ് ആള് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാം. മഹിമ ഇതൊരു അധികം എല്ലാരും നല്ല അധികം ആരും ചെയ്യാറില്ല. റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ഫാൻസ് ആണ് ചെയ്യുന്നത്. അത്രയില്ല. ചിത്രം വരയ്ക്കുന്ന ചെയ്യുന്നതാണല്ലോ ആൾക്കാർ, ചിത്രമല്ല. എന്താ അങ്ങോട്ട് നോക്കണേ,
എന്നാൽ come on. അവിടെ എന്തെങ്കിലും ചെയ്യാൻ ഒന്നും പോവാണോ? നോക്കണ്ട. Come on. ചെയ്തോളൂ ചേട്ടാ. ടാറ്റു ചെയ്തിട്ടുണ്ടോ? അയച്ചോ? ആരുടെ ഉയ്യോ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ഒന്ന് കാണാമോ? ക്യാമറയ്ക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ണി കണ്ടോ? ഉണ്ണിയാണ് നെഞ്ചത്തിരിക്കുന്നത്. ടൂ മച്ച് ആണ്. എന്താ പേര്? Oh, that's so sweet. അഖിലേഷ് എവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മ? അച്ഛനമ്മ. പെണ്ണിനെ വിട്ട് ഉണ്ണീനെയാണ് മനസ്സിൽ കയറ്റിയിരിക്കുന്നത്. അതെ അതെ Girlfriend ഉണ്ടോ? ഇഷ്ടമാണ് ഉണ്ണീനെ. ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നാ ചോദിച്ചത്. ആർക്ക്? ചേട്ടന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടി വന്ന് ഈ ഉണ്ണിയുടെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടൻ? അവളെ ഒഴിവാക്കും. അവളെ വേണ്ടാന്ന് വെക്കോ? വേണ്ടാന്ന് വെക്കും. അല്ല അവളെ ഇപ്പുറത്തെ നെഞ്ചി ബാധിച്ചൂടെ? വേണ്ട, താല്പര്യമില്ല. കലിപ്പനാണോ? മറ്റേ സിനിമ മറ്റേ അനിമലത്തെ സ്വഭാവം. അല്ല, ആരാധന മാത്രല്ല, സ്വഭാവം എവിടെയൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നു. അഖിലേഷ് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ ടാറ്റു ചെയ്യാതിരിക്കുക. ഒരു ടാറ്റു മതി ചേട്ടന് എന്തായാലും. അല്ല ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ മാത്രമേ ഉള്ളൂ ടാറ്റു ഉണ്ണിയുടെ? അങ്ങനെയല്ല, ഇവിടെ എല്ലായിടത്തും. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ദാറ്റ് ഈസ് ഇവൻ ടാറ്റു വരച്ചു. ഡെഫിനറ്റ്ലി ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ബട്ട് ഞാൻ അധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്നേക്കാളും മുകളിൽ നിങ്ങളുടെ പാരൻസ്, ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും വയ്ക്കണം എന്ന് വെച്ച് ഞാൻ അഖിലേഷ് കൊണ്ട് ദേഷ്യപ്പെടുകയല്ല ചെയ്യുന്നത്. ഐ എം വെരി ഹംബിൾഡ്. അതുകൊണ്ട് തന്നെ പറയുന്നു, സിനിമകൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരാൻ തന്നെയാണ്. ആൻഡ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇത് ഒരു രീതിയിലും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഐ ടേക്ക് എവറിഥിങ് വെരി പേഴ്സണലി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഖിലേഷ് കാണാൻ പറ്റിയതിലും. നമുക്ക് ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം. നമ്മളിനി അങ്ങോട്ട് ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൂപ്പർ. താങ്ക് യു സോ മച്ച് അഖിലേഷ്. അടിപൊളി. അപ്പോൾ ഇനി ഉണ്ണിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു സന്തത സഹചാരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരാളെ കൂടി ഈ വേദിയിലേക്ക് വിളിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ബിഹൈൻഡ് വേർഡ്സ് പ്രസന്റിംഗ് റൈസ് ഓഫ് എ സൂപ്പർമാൻ, ഞങ്ങളുടെ ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസ് മീറ്റ് സപ്പോർട്ടഡ് ബൈ നീതൂസ് അക്കാഡമി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഉണ്ണിയുടെ സ്വന്തം വിപിനെ ഞാനൊന്ന് വിളിക്കുന്നു. ചേട്ടാ ഇവാ, ഓടി വായോ. ഒന്ന് ഓഫ് സ്ക്രീനാണ്, എന്നാൽ പോലും ഞങ്ങൾ ഓൺ സ്ക്രീൻ കാണിക്കുകയാണ്. ഉണ്ണിയുടെ ഈ ഒരു ഗ്രോത്തിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി എല്ലാ വെൽവിഷറായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജയ് ഗണേഷ് ദേ. ഏപ്രിൽ 11 തിയേറ്റേഴ്സിൽ റിലീസ് ആവാനിരിക്കുകയാണ്. ഹൗ എക്സൈറ്റഡ് ആർ യു ബീയിങ് വിത്ത് ഉണ്ണി? ഞാൻ വിപിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം. ബിക്കോസ് ഐ ഫീൽ UMF എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം ഇതുവരെ എന്താണെന്ന് വെച്ചാൽ, ചെയ്ത സിനിമകളെല്ലാം അതിഗംഭീരമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും വലിയൊരു പങ്ക് ഡ്രമാറ്റിക്കായിട്ട്, എസ്പെഷ്യലി ഒരു സ്ട്രാറ്റജി ബിൽഡിങ്, ഒരു സിനിമ എങ്ങനെ പ്രേക്ഷകൻ്റെ അടുത്തേക്ക് എത്തിക്കണം, ഇതെല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചത്. ദാറ്റ് ഈസ് സഹായം എന്ന് ഞാൻ പറയില്ല. എൻ്റെ എല്ലാ സിനിമകളും വിപിൻ്റെ സിനിമയായിട്ടാണ് വിപിൻ കാണുന്നത്. UMF എന്ന കമ്പനി ഹീ ഈസ് ടേക്കിംഗ് ഇറ്റ് വെരി പേഴ്സണലി. ആൻഡ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാതെ എങ്ങനെയാണ് ഇത്രയും ക്രിയേറ്റീവായിട്ടും അല്ലെങ്കിൽ ഇത്രയും പോസിറ്റീവായിട്ടും ആൻഡ് ഭയങ്കര എൻഗേജിങ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഐ തിങ്ക് വിപിൻ്റെ ആണ്. ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അപ്രൂവൽ. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എനിക്ക് എന്ന് ഞാനും അപ്രൂവ് ചെയ്യാറുണ്ട്. ബട്ട് എവറിത്തിങ് ഹെഡ് ടു ടോ ഗോസ് ടു വിപിൻ. ആൻഡ് ഇന്ന് എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ഏപ്രിൽ 11 ജയഗണേഷിൻ്റെ ദിവസമല്ലേ എന്ന് പറയുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ട്. ആ എല്ലാ സിനിമകൾക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ജയഗണേഷ് ഈസ് ആ ബേബി, നിങ്ങളെല്ലാം കാണണം. ആൻഡ് താങ്ക് യു വിപിൻ ഫോർ സോ മച്ച്. ഐ മീൻ നമ്മുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ഹാഫ് ദ വേ വി ആർ ത്രൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ജയഗണേഷ് കാണാൻ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ജയഗണേഷ് ഏപ്രിൽ 11 റിലീസാവുകയാണ്. ഉണ്ണിയുടെ പടമായിട്ട് പറയല്ല, വളരെ ഒരു എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മികച്ച എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവർക്കും കൂടെ പറയുകയാണ്. ഡയറക്ടർ രഞ്ജി ശങ്കർ, എഡിറ്റർ സംഗീത്, മ്യൂസിക് ശങ്കർ, ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റ്, പിന്നെ മഹിമ. ഉണ്ണിയുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും. ബട്ട് മഹിമ ഈസ് സൂപ്പർബ് ഇൻ ദിസ് മൂവി. ആൻഡ് ഞാനും ഉണ്ണിക്ക് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മഹിമയായിട്ട് ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യാണ്. ആൻഡ് ഷീ ഈസ് വെരി വണ്ടർഫുൾ ആൻഡ് ഷീ ഈസ് വെരി ടാലൻറ്റഡ്, വെരി കോപ്പറേറ്റീവ്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ്, അശോകൻ ചേട്ടനുണ്ട്, ഹരീഷ് പേരടി ഉണ്ട്, പിന്നെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ സിനിമ എല്ലാവരും കുടുംബസമേതം കാണണം. ആൻഡ് ഡെഫിനറ്റ്ലി യു ലവ് ദ മൂവി. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ചായിട്ട് പോകണം. തീർച്ചയായിട്ടും ബിഹൈൻഡ് വുഡ്സിന്റെ ഈ കംപ്ലീറ്റ് ഫാമിലി ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മലയാളത്തിൽ ബിഹൈൻഡ് വുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ണിയോടൊപ്പം ഉണ്ട്, ജയ് ഗണേഷിനോടൊപ്പം ഉണ്ട്. ഉണ്ണി പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞേക്കുവാ ഉണ്ണി. അപ്പൊ മറക്കണ്ട, ഏപ്രിൽ 11 തീയതിയാണ് ജയ് ഗണേഷുമായിട്ട്, അല്ലേ ഉണ്ണി? വിഷിംഗ് ഓൾ ദ സക്സസ് ഓഫ് ബിഹൈൻഡ് വുഡ്സ് പ്രസന്റിംഗ് റൈസ് ഓഫ് എ സൂപ്പർമാൻ ഉണ്ണി മുകുന്ദൻ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഫാൻസ് മീറ്റ് സപ്പോർട്ടഡ് ബൈ നീതൂസ് അക്കാഡമി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വലിയ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്റേഴ്സിൽ തന്നെ കാണുക. ജയ് ഗണേഷാണ്, രഞ്ജിത് ശങ്കറാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നല്ലൊരു മികച്ച ഫാമിലി എൻ്റർടൈനർ തന്നെയായിരിക്കും. കുട്ടികളെ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് തിയേറ്റേഴ്സിൽ നിന്ന് എല്ലാവരും എൻജോയ് ചെയ്യുക എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. കേരളത്തിലെ ഏറ്റവും വിജയ ശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം.